ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുതുമുഖങ്ങളും പരിചയസമ്പന്നരും സ്ത്രീകളും ഉള്ളവരാണ് പട്ടികയിലുള്ളത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് പട്ടിക പുറത്തുവിട്ടത്. ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ എംഎൽഎമാർ തയ്യാറാണെന്നും പാർലമെന്റിൽ എൽഡിഎഫിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുമെന്നും കോടിയേരി പറഞ്ഞു. പരിചയസമ്പന്നർ, സ്ത്രീകൾ, ജനപ്രതിനിധികൾ, സിറ്റിംഗ് എംപിമാർ, ഒപ്പം പുതുമുഖങ്ങൾ. സമീകൃതമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് സിപിഐഎം ലോക്സഭയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് വിമർശകർ പോലും സമ്മതിക്കും. മുൻ തൃക്കരിപ്പൂർ എംഎൽഎയും കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ.പി. സതീഷ് ചന്ദ്രനാണ് കാസർകോട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. കണ്ണൂരിൽ സിറ്റിംഗ് എംപിയും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി.കെ. ശ്രീമതി ടീച്ചറാണ് ജനവിധി തേടുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കേരള നിയമസഭയിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ ഉടമയുമായ കരുത്തനായ നേതാവ് പി. ജയരാജൻ വടകരയിൽ മാറ്റുരയ്ക്കും. കോഴിക്കോടിന്റെ സൗമ്യ സാന്നിധ്യവും എംഎൽഎയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ. പ്രദീപ് കുമാറിനെയാണ് കോഴിക്കോട് മണ്ഡലം പിടിക്കാൻ സിപിഐഎം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പൊന്നാനിയിൽ നിലമ്പൂർ എംഎൽഎയായ പി.വി. അൻവർ ഇടതു സ്വതന്ത്രനായി ജനവിധി തേടും. മലപ്പുറത്ത് എസ്.എഫ്.ഐ. അഖിലേന്ത്യാ പ്രസിഡന്റ് വി.പി. സാനു എന്ന പുതുമുഖം ഇടത് ടിക്കറ്റിൽ മത്സരിക്കും. പാലക്കാട്ടും ആലത്തൂരും ചാലക്കുടിയിലും യഥാക്രമം എം.ബി. രാജേഷും ഡോക്ടർ പി.കെ. ബിജുവും സിനിമാ താരം ഇന്നസെന്റും വീണ്ടും ജനവിധി തേടും. മൂവരും സിറ്റിംഗ് എംപിമാരാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി പത്രത്തിന്റെ ചീഫ് എഡിറ്ററുമായ പി. രാജീവ് എറണാകുളത്ത് സ്ഥാനാർത്ഥിയാവും. മുൻ രാജ്യസഭാ അംഗമെന്ന നിലയിൽ പാർലമെന്ററി പ്രവർത്തനത്തിലെ പി. രാജീവിന്റെ മികവാണ് സിപിഐഎം പരിഗണിച്ചത്. നിലവിലെ എംപി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് തന്നെയാണ് ഇടുക്കിയിൽ ഇടതു സ്വതന്ത്രനായി വീണ്ടും ജനവിധി തേടുന്നത്. കോട്ടയം തിരികെ പിടിക്കാൻ മുൻ കോട്ടയം എംഎൽഎയും ജില്ലാ സെക്രട്ടറിയുമായ വി.എൻ. വാസവനെയാണ് ഇടതുമുന്നണി കളത്തിലിറക്കുന്നത്. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെവിടെയും പരാജയം അറിഞ്ഞിട്ടില്ലാത്ത ജെയിൻ കില്ലറായ അഡ്വക്കേറ്റ് എ. എം ആരിഫിനെയാണ് ആലപ്പുഴ വീണ്ടെടുക്കാനുള്ള ചുമതലയുമായി എൽഡിഎഫ് കളത്തിലിറക്കുന്നത്. ആറന്മുള എംഎൽഎയും പ്രമുഖ മാധ്യമ പ്രവർത്തകയുമായ വീണ ജോർജാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ സിപിഐഎമ്മിന്റെ വജ്രായുധം. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ രാജ്യസഭാ അംഗവുമായ കെ.എൻ. ബാലഗോപാലിനാണ് കൊല്ലം വീണ്ടെടുക്കാനുള്ള നിയോഗം. ആറ്റിങ്ങലിൽ ഡോക്ടർ എ. സമ്പത്ത് തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ മാറ്റുരയ്ക്കും. പട്ടികയിലെ ഏക കേന്ദ്ര കമ്മിറ്റി അംഗവും പ്രമുഖ വനിതാ നേതാവുമായ പി.കെ. ശ്രീമതി ടീച്ചറാണ് പാനലിനെ നയിക്കുന്നതെന്നത് സ്ത്രീകളോടുള്ള കരുതലിന്റെ നേർസാക്ഷ്യമായി. ഇടതുമുന്നണി വൻ വിജയം നേടുമെന്ന് പാനൽ പുറത്തുവിട്ടുകൊണ്ട് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. 2004 കേരളത്തിൽ കോൺഗ്രസിൽ ഒരു സീറ്റ് പോലും ജയിച്ചിരുന്നില്ല. ആ 2004 കേന്ദ്രത്തിൽ ബി.ജെ.പിയെ താഴത്തിറക്കി ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിന് 18 സീറ്റ് കേരളത്തിൽ ലഭിച്ച സാഹചര്യത്തിലാണ്. ഇത്തവണയും ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ചായിരിക്കും മോദി സർക്കാരിനെ അധികാരത്ത് പുറത്താക്കുന്നത് ഉറപ്പുവരുത്താൻ കഴിയും. എംഎൽഎമാർ മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെന്നും പി. ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. യു.ഡി.എഫിലും എൻ.ഡി.എയിലും സീറ്റ് വിഭജനം പോലും പൂർത്തിയാവാതിരിക്കെ എൽ.ഡി.എഫ് തിളങ്ങുന്ന പാനൽ അവതരിപ്പിച്ചത് പൊതുവിൽ എതിരാളികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. സിപിഐ മത്സരിക്കുന്ന സീറ്റുകളുടെ പ്രഖ്യാപനം ഇന്നലെ ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് സി. ദിവാകരൻ എംഎൽഎയും മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാർ എംഎൽഎയും തൃശൂരിൽ മുൻ എംഎൽഎ രാജാജി മാത്യു തോമസും വയനാട്ടിൽ പി. സുനീറുമാണ് മത്സരിക്കുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ലഭിച്ച മേൽക്കൈ നഷ്ടമാവാതിരിക്കാൻ വരും ദിവസങ്ങളിൽ മണ്ഡലം കൺവെൻഷനുകൾ ചേർന്ന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. എസ്. ജീവൻകുമാർ, തിരുവനന്തപുരം. ആറ്റിങ്ങലിന്റെ അമരക്കാരനാകാൻ പാർട്ടി തീരുമാനിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് ഡോക്ടർ എ. സമ്പത്ത് എം.പി. പാർട്ടി നൽകുന്ന ഉത്തരവാദിത്തം നിറവേറ്റി കണ്ണിലെ കൃഷ്ണമണി പോലെ ആറ്റിങ്ങലിലെ ജനങ്ങളെ കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറ്റിങ്ങലിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ, ആറ്റിങ്ങലിന്റെ ചുവപ്പ് കോറിയിട്ട മണ്ണിൽ സിപിഎം നേതൃത്വം വീണ്ടും ഇറക്കുന്നത് ഡോക്ടർ സമ്പത്ത് എം.പിയെ തന്നെയാണ്. സർ, നമസ്കാരം. അതായത് 4ാം തവണയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഈ 4ാം തവണയും അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്നത്. അത്രയും അധികം വിശ്വാസമാണ് പാർട്ടിക്ക് അങ്ങയിലുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ? എൻ്റെ പാർട്ടി സിപിഐഎം എന്നെ ഏൽപ്പിച്ചതായ ഒരു ചുമതലയാണ്. എൻ്റെ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി മീരാസക ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരത്തിൽ അവരെല്ലാം ആലോചിച്ച് എടുത്ത സുചിന്തിതമായ ഒരു തീരുമാനം. അത് എന്ത് ചുമതലയാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത് എന്നുള്ളത് ആ തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം അങ്ങനെ ആ ചുമതലയുടെ ഭാഗമായി എന്നെ ഏൽപ്പിച്ചതാണ് ഈ ഒരു ദൗത്യം. ജനങ്ങൾ അർപ്പിച്ചതായ ഒരു വിശ്വാസമുണ്ട്. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനങ്ങൾ അർപ്പിക്കുന്നതായിട്ടുള്ള വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട്, ഇവരുടെ എല്ലാം ഭാഷയിൽ പറഞ്ഞാൽ ജനങ്ങളുടെ വക്കീലായി
പാർലമെൻറ്റിനെ കോടതിയായി ഉപയോഗിക്കുക എന്നതാണ് ഞാൻ ചെയ്തത്. തീർച്ചയായും. കാരണം എന്ന് പറയുന്നത് ഈ 4ാം തവണ, അതായത് 3 തവണയും പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ ആറ്റിങ്ങലിന്റെ വെറും ഒരു MP ആയി അല്ല, കേരളത്തിന്റെ ഒരു MP ആയിട്ടാണ് അങ്ങ് സംസാരിച്ചത്. ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആയിട്ടുൾപ്പെടെ അങ്ങ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് 4ാം തവണ വിജയിച്ചെത്തുകയാണെങ്കിൽ എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മളെല്ലാം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ രാഷ്ട്രം നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളാരും മരിക്കുന്നില്ല. നിങ്ങൾ ഇടതുപക്ഷത്തെ MP-മാരെ, അവരുടെ പ്രവർത്തനത്തെ നിങ്ങൾ വിലയിരുത്തുക. UDF ഉൾപ്പെടെയുള്ള മറുചേരികളിലുള്ളവരെ വിലയിരുത്തുക. എന്തുകൊണ്ടെത്തിയില്ല എന്ന് നിങ്ങൾ വിലയിരുത്തുക, നിങ്ങൾ വിധി എഴുതുക. ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്നത് ആര് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ആറ്റിങ്ങലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ 7-ൽ 6 ഇടതുപക്ഷത്തിനാണ്. ആറ്റിങ്ങലിലെ ജനങ്ങൾ വീണ്ടും അങ്ങയെ നെഞ്ചിലേറ്റും എന്ന് ഒരു പ്രതീക്ഷയുണ്ടോ? എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആരാണെങ്കിൽ പോലും എന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം? ബഹുഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും LDF-നൊപ്പമാണ്. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നത്, ഞങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തത്, ജനങ്ങളുടെ നല്ല ചങ്ങാതിയായി ഞങ്ങൾ നിലകൊണ്ടതുകൊണ്ട് അവർ ഞങ്ങളെ സഖാവായി തന്നെ കാണുന്നത്. അത് എപ്പോഴും ഞങ്ങൾ ജനങ്ങളിൽ നിന്നാണ് പാഠം ഉൾക്കൊള്ളുന്നത്. എന്തായാലും വീണ്ടും ആറ്റിങ്ങലിൻ്റെ ഒരു അമരക്കാരനാകാൻ അങ്ങക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി. കേരളയുടെ പ്രേക്ഷകർക്കെല്ലാം. ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ ഇലക്ഷൻ പ്രചരണത്തിനും അനൌദ്യോഗിക തുടക്കം. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇടതുമുന്നണി പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചു. പോയി അവരെ കാണുക, എല്ലാവരെയും കാണുക എന്ന് പറയുന്ന അടുത്ത ദിവസങ്ങളിലായിരിക്കും. പക്ഷേ പ്രധാന ഘടകം ബോർഡുകളും പ്രധാന ജംഗ്ഷനിലും ഒന്ന് പോയിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് പ്രവർത്തനം തുടങ്ങുന്നു എന്നൊരു അനുവാദം മേടിക്കാൻ വേണ്ടി പോകുന്നൊരു പരിപാടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ നല്ല അനുകൂലമായ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കേന്ദ്രത്തിലെ രാഷ്ട്രീയത്തിൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെയും സാഹചര്യത്തിൽ ഏറ്റവും വിശ്വസനീയമായ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു മുന്നണിയും രാഷ്ട്രീയവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത് എന്നുള്ളതുകൊണ്ട് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞങ്ങൾക്കുണ്ടാകും എന്നാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ന്യൂസ് ചാനലുകളിൽ കൂടി ഞങ്ങൾ ജനങ്ങളെടുത്ത് വീണ്ടും എല്ലാ പിന്തുണയും മത്സരിക്കാൻ പോകുന്നത്. ആലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി AM ആരിഫിന്റെ പ്രതികരണത്തിലേക്ക്. അവർ തീർച്ചയായും എൻ്റെ പ്രവർത്തനവും LDF-ന്റെ ശരിയായ രാഷ്ട്രീയവും ഒക്കെ വിലയിരുത്തി അവർ നല്ല ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിൽ ഒരു സംശയമില്ല. ഔദ്യോഗികമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങുകയാണോ? എങ്ങനെയാണ് ഔദ്യോഗികമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങി? അതിൻ്റെ തുടക്കം കരുനാഗപ്പള്ളി CPI ഓഫീസിൽ നിന്നാണ്. തിങ്കളാഴ്ച കൺവെൻഷൻ. തീർച്ചയായും അതൊന്നൊരു ഞാനതാ പറഞ്ഞത്. നിയമസഭയിലേക്ക് വരുന്നപ്പോൾ എന്നെ വിളിച്ച പേര് ജയിക്കില്ല പറഞ്ഞു. അത് ഗൗരിയമ്മയെ ഗൗരിയമ്മയോടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന നേതാവാണ് ഗൗരിയമ്മ. ഞാനന്ന് മത്സരിച്ച് വിജയിച്ചപ്പോഴും പറഞ്ഞൊരു വാചകം പുറമേ ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ എനിക്ക് സങ്കടമുള്ള വിജയം എന്നാണ് അന്ന് ഗൗരിയമ്മയുടെ ഉള്ള മത്സരത്തെക്കുറിച്ച് ഞാൻ പ്രതികരിച്ചത്. എല്ലാം ഓർക്കുന്നുണ്ടാവും. അന്ന് മീഡിയ ഫ്രണ്ടിലുണ്ടായ എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ കലാകുമുദി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഗൗരിയമ്മയുടെ വിജയം അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തട്ടിയത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നു. 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 6 LDF ആണ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ളത്. ജനങ്ങളിലും LDF പ്രവർത്തകരിലും നല്ല പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായും ആ ആത്മവിശ്വാസമാണ് ചുമതലയ്ക്ക് വേണ്ടി. കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി VN വാസവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറിക്ക് ഏറ്റവും വിജയസാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജില്ലാ സെക്രട്ടറി തന്നെ ആകട്ടെ എന്ന് തീരുമാനിക്കാൻ കാരണം സ്വാഭാവികമായിട്ട് വരുമല്ലോ. സാധാരണ ഏറ്റവും വിജയസാധ്യത നോക്കിയാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥി നിർണ്ണയിക്കുക. പിന്നെ കോട്ടയത്ത് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷവും നിലനിൽക്കും. അപ്പോൾ സ്വാഭാവികമായി അതിനനുസരിച്ചുള്ള നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. 100% ആത്മവിശ്വാസവും വിജയസാധ്യതയും ഉറപ്പാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ എല്ലാ കാലത്തും പാർലമെൻറ്റ് അംഗം അല്ലാത്ത കാലത്തും നിയമസഭ അല്ലാത്ത കാലത്തും ജനങ്ങളോടൊപ്പം ഈ നാട്ടിൽ സജീവ സാന്നിധ്യമാണ്.
ഒരിക്കലും ജനങ്ങളെ വിട്ട് ഞാൻ നിന്നിട്ടില്ല. ഒരു 4.5 പതിറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിൽ എന്നും ഒരു സന്ദർഭത്തിൽ പോലും എന്തെല്ലാം ജനകീയ പ്രശ്നം ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടോ, അടുത്ത ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടോ, അതിലെല്ലാം ഏത് സമയത്തും ശ്രദ്ധിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. എന്നാലാകാവുന്ന സഹായം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ രണ്ടാം തവണയാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. കന്യാംഗത്തിലെ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസവും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുമാണ് ഇത്തവണ ജോയ്സ് ജോർജിന് മുതൽക്കൂട്ട്. 4.5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ നടപ്പാക്കിയത് 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. മലയോര ജനതയെ അലട്ടിയുന്ന ഭൂപ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലൂടെ പരിഹാരം കാണാൻ ശ്രമിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് പരിഹാരം കാണാനുള്ള നിരന്തര ശ്രമങ്ങൾ. രണ്ടാം തവണ സ്ഥാനാർത്ഥിയായപ്പോൾ ജോയ്സ് ജോർജിന് അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട്. എല്ലാ ആളുകളും അഭിപ്രായ വ്യത്യാസം മറന്ന് ഒന്നിച്ചു നിന്നുകൊണ്ട് നന്നായി പ്രവർത്തിക്കുമ്പോൾ ഇടുക്കി അതിന്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകും. അതിന് കൈത്താങ്ങായി സംസ്ഥാന ഗവൺമെന്റ് കൂടെയുണ്ട് എന്നുള്ളത് ഓരോ ഇടുക്കിക്കാരനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള പ്രത്യാശയും ആശ്വാസവും തന്നെയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ജോയ്സ് 50,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 16 വർഷം അഭിഭാഷകനായ ജോയ്സ് ജോർജ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെയുള്ള സമരത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാർലമെന്ററി രംഗത്തും പൊതുപ്രവർത്തനത്തിലും കഴിവ് തെളിയിച്ച പി രാജീവിനെയാണ് ഇടതുമുന്നണി എറണാകുളത്ത് അംഗത്തിന് ഇറക്കിയിരിക്കുന്നത്. രാജീവിന്റെ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ ഇടതുമുന്നണിക്ക് അധിക കരുത്താകുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും. രാജീവ് മത്സര രംഗത്തെത്തിയതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി എറണാകുളം മാറിക്കഴിഞ്ഞു. പി രാജീവ് ഒരു ഊഴം കൂടി പാർലമെന്റിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇടതു നേതാക്കൾ മാത്രമായിരുന്നില്ല. അരുൺ ജെയ്റ്റ്ലിയും ഗുലാം നബി ആസാദും മായാവതിയുമൊക്കെ ഇതേ ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചവരാണ്. ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാജീവിന് അതിനുള്ള അവസരമൊരുക്കുകയാണ് ഇടതുമുന്നണി. മണ്ഡലവുമായി തനിക്കുള്ള ജൈവിക ബന്ധത്തിലാണ് രാജീവിന്റെ പ്രതീക്ഷ. ഈ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിനകത്തും ജില്ലയിലാകെയും വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം MP എന്ന നിലയിൽ ഒരിക്കൽ രാജ്യസഭയിലേക്ക് പോകാൻ പാർട്ടി നിശ്ചയിച്ച സന്ദർഭത്തിൽ അന്ന് ലഭിച്ച അവസരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ ഈ സമൂഹത്തിൻ്റെ മുൻപിലുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം വോട്ടർമാർ, എറണാകുളം മണ്ഡലത്തിനകത്തെ ജനങ്ങൾ അവരെല്ലാം വിലയിരുത്തിക്കൊണ്ട് യുക്തമായ തീരുമാനം അവരെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ദേശാഭിമാനി പത്രാധിപർ എന്നീ ചുമതലകൾ വഹിക്കുന്ന പി രാജീവിന് ഇത് ലോക്സഭയിലേക്ക് കന്നിയംഗമാണ്. രാജ്യസഭാംഗവും രാജ്യസഭാ അഷുറൻസ് കമ്മിറ്റി ചെയർമാനുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യസഭയെ നിയന്ത്രിക്കുന്ന പാനൽ ഓഫ് ചെയർമാനായി. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഈ മുൻ SFI നേതാവിന് മണ്ഡലത്തിൽ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. ഈ വ്യക്തിബന്ധങ്ങൾ എറണാകുളത്ത് തുണയാകുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നു. സാലി മുഹമ്മദ്, കൊച്ചി. ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ഇന്നസെന്റ് പ്രതികരിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ഇപ്പോഴാണ് അല്ലേ പ്രഖ്യാപിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് സത്യം. അന്ന് എനിക്കൊന്നും പറയാനില്ല. വെറുതെ ഒരു സിനിമാ നടനായി വന്ന് നിന്നവനാണ് ഞാനിവിടെ. അന്ന് എന്നെ കാണാൻ വന്നിരുന്നവരുണ്ട്. ഇയാൾ സ്ഥിരം നമ്മൾ കാണാറുള്ള സിനിമാ നടൻ, അങ്ങനെയാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. ഇന്ന് കാണുമ്പോൾ അന്ന് ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് പറയാനുണ്ടായിരുന്നില്ല. എൻ്റെ പാർട്ടിക്കാർ എന്തു പറയുന്നു അതൊക്കെ ഞാൻ തലകുലുക്കി കേൾക്കും. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്. പക്ഷെ നടക്കും എന്നുള്ളതും ഇപ്പം മനസ്സിലായി. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ. ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം മണ്ഡലത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ വികസനവും പ്രധാന ചർച്ചയാകുമെന്ന് എ പ്രദീപ് കുമാർ പീപ്പിളിനോട് പറഞ്ഞു. CPIM സംസ്ഥാന സമിതി അംഗമായ എ പ്രദീപ് കുമാർ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ്. വികസന നായകനായ ജനകീയ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാണ് കോഴിക്കോട്ട് LDF പോരാട്ടത്തിനിറങ്ങുന്നത്. 10 വർഷം മുമ്പ് കൈവിട്ട കോഴിക്കോട് ലോക്സഭാ സീറ്റ് LDFനായി തിരിച്ചുപിടിക്കുക എന്ന വലിയ ദൗത്യമാണ് പ്രദീപ് കുമാറിന് മുന്നിലുള്ളത്. വിദ്യാർത്ഥി യുവജന നേതാവായി പൊതുപ്രവർത്തനം തുടങ്ങിയ എ പ്രദീപ് കുമാർ നിലവിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമാണ്. വികസന രംഗത്ത് പുത്തൻ മാതൃകകൾ കേരളത്തിന് പരിചയപ്പെടുത്തിയ പ്രദീപ് കുമാർ വലിയ ആത്മവിശ്വാസവുമായാണ് മത്സരത്തിനിറങ്ങുന്നത്. വികസനം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും കോഴിക്കോട് എന്തായാലും. കാരണം അത് ഡിബേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വികസനം കഴിഞ്ഞ 10 വർഷമായിട്ട് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ വികസനം എത്തി നോക്കിയില്ല എന്നുള്ള അനുഭവങ്ങളുള്ളപ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഈ ഇലക്ഷനിലെ മുഖ്യമായ ചർച്ച രാഷ്ട്രീയം തന്നെയാണ്. SFI മുൻ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്,
ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ മുൻ ചെയർമാനായിരുന്നു. 1996 കോഴിക്കോട് 1 നിന്ന് നിയമസഭയിലെത്തിയ പ്രദീപ് കുമാർ തുടർന്ന് 2011 16 നോർത്തിൽ നിന്നാണ് നിയമസഭയിലെത്തിയത്. AK ലതീഷ്, കോഴിക്കോട്. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെയും പൊന്നാനിയിൽ ടി മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കാൻ ലീഗ് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. 3ാം സീറ്റിൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യും. പകരം ഒഴിവ് വരുന്ന 2ാം രാജ്യസഭാ സീറ്റ് വേണമെന്ന ലീഗ് ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ലീഗിന്റെ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. 3ാം സീറ്റ് എന്ന ആവശ്യവുമായാണ് ലീഗ് ഇത്തവണ കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുത്തത്. 3 തവണയും 3ാം സീറ്റ് നൽകണമെന്ന ശക്തമായ ആവശ്യവുമായി ലീഗും തരില്ലെന്ന തീരുമാനത്തിൽ കോൺഗ്രസും ഉറച്ചുനിന്നതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. പാണക്കാട് ചേർന്ന ലീഗ് യോഗത്തിന് ശേഷം നടന്ന 3ാം യോഗവും എവിടെയും എത്തിയില്ല. അവസാനം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം തീരുമാനമെന്ന് നേതാക്കൾ അറിയിക്കുകയായിരുന്നു. 2ാമതൊരു രാജ്യസഭാ സീറ്റ് കൂടി നൽകണമെന്ന സമ്മർദ്ദത്തിലാണ് 3ാം സീറ്റ് മോഹം ഉപേക്ഷിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായത്. അവസാനം ലീഗിന്റെ സമ്മർദ്ദതന്ത്രത്തിന് കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നു. ഒപ്പം യൂത്ത് ലീഗിന്റെ 3ാം സീറ്റ് എന്ന ആവശ്യത്തെയാണ് ലീഗ് നേതൃത്വം തള്ളിക്കളയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അർഹതയുള്ളതിനാൽ 3 സീറ്റ് വേണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ഭൂരിപക്ഷ സീറ്റ് കോൺഗ്രസ് നേടേണ്ടത് BJPക്കെതിരെ ഒറ്റക്കക്ഷി ആവാൻ അനിവാര്യമായതിനാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു. പക്ഷേ രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന 2 സ്ഥാനങ്ങൾ ഒഴിവ് വരുന്ന മുറക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറഞ്ഞ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം മത്സരിക്കാനുള്ള താൽപര്യവും തങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ മലപ്പുറം വിട്ടുനൽകാൻ PK കുഞ്ഞാലിക്കുട്ടിയും തയ്യാറായില്ല. അവസാനം മലപ്പുറത്തെ PK കുഞ്ഞാലിക്കുട്ടിയെയും പൊന്നാനിയിൽ ടി മുഹമ്മദ് ബഷീറിനെയും സ്ഥാനാർത്ഥികളാക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഫിറോഷ് കൂട്ടാലിയുടെക്കൊപ്പം PV ജോഷില. സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസ് നേതാക്കൾ നാളെ ദില്ലിക്ക് തിരിക്കും. ദില്ലിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാത്രമേ അന്തിമ പട്ടിക പ്രഖ്യാപിക്കുകയുള്ളൂ. സിറ്റിംഗ് സീറ്റുകൾ ഒഴികെയുള്ള സീറ്റുകളിലേക്ക് 2 വീതം പേരുകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഇന്ന് യോഗം ചേർന്നത്. 8 സിറ്റിംഗ് സീറ്റുകൾ ഒഴികെ മറ്റ് സീറ്റുകളിലേക്ക് 2 വീതം സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പട്ടികയുമായി നേതാക്കൾ നാളെ ദില്ലിക്ക് തിരിക്കും. 11, 12 തീയതികളിൽ ദില്ലിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിലാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. മുൻ KPCC അധ്യക്ഷന്മാരെയും VD സതീശനെയും കൂടി യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലും യഥാക്രമം അടൂർ പ്രകാശിന്റെയും K സുധാകരന്റെയും പേരുകൾ മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആലപ്പുഴയിൽ KC വേണുഗോപാലിനൊപ്പം ഷാനിമോൾ ഉസ്മാന്റെ പേരും ഇടം പിടിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ജോസഫ് വാഴയ്ക്കനും ഡീൻ കുര്യാക്കോസുമാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, TN പ്രതാപൻ, തൃശൂരിൽ VM സുധീരൻ, TN പ്രതാപൻ, വയനാട് T സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, കാസർഗോഡ് സുബ്ബരയ്യ, അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ പേരുകളുമാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവസാന നിമിഷവും സ്ഥാനാർത്ഥി പട്ടികയിൽ കടന്നുകൂടാനുള്ള ചരടുവലികൾ കോൺഗ്രസിനുള്ളിൽ സജീവമാണ്. ഫെബ്രുവരി 20 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രഖ്യാപനം. LDF ആവട്ടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും കോട്ടയം വിട്ടുകൊടുക്കില്ലെന്നും ജോസ് കെ മാണി. പലരും സ്ഥാനാർത്ഥിയാകാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടിയുടേതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതെല്ലാം തീരുമാനമെടുക്കേണ്ടത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് എങ്ങനെ വേണം ഇത് പ്രൊസീജിയർ, എങ്ങനെ വേണം പാർട്ടി, അതിനകത്ത് സ്ഥാനാർത്ഥിയെ വേണോ അല്ലാതെ വേണോ എന്ത് വേണോ എന്നുള്ളത് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കും. അല്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഏതെങ്കിലും ഈ വിഷയത്തിൽ തീർക്കണമല്ലോ. അപ്പോൾ അത് പാർട്ടി യോജിച്ച് നിന്ന് അതിന്റെ തീരുമാനം. അല്ലാതെ പാർട്ടിക്ക് തീർക്കാൻ പറ്റാത്തതൊന്നും ഇല്ലല്ലോ, പാർട്ടിക്ക് തീർക്കുമല്ലോ. ഞാൻ പറഞ്ഞത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിലൊക്കെ പാർട്ടി തീരുമാനം എടുക്കും. ഞാൻ പറഞ്ഞത് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി തീരുമാനം എടുക്കും. കോട്ടയത്തിന് പുറമെയാണല്ലോ നമ്മൾ സീറ്റുകൾ 2ാമത് ചോദിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി മുങ്ങിയ നീരവ് മോദി ലണ്ടനിലെന്ന സ്ഥിരീകരണം. പുതിയ വേഷത്തിലാണ് ലണ്ടനിൽ ആഡംബര ജീവിതം നയിക്കുന്ന നീരവ് മോദിയുടെ വീഡിയോ ബ്രിട്ടീഷ് ദിനപത്രമായ ടെലിഗ്രാഫ് പുറത്തുവിട്ടത്.
കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന നരേന്ദ്രമോദി തന്റെ ചങ്ങാതികളെ സഹായിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം മുൻപ് മുങ്ങിയ നീരവ് മോദി ലണ്ടനിലെ വെസ്റ്റ് എൻഡിൽ സുഖജീവിതത്തിലാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തത്. 8 മില്യൺ യൂറോയുടെ അപ്പാർട്ട്മെന്റ്, പുതിയ വജ്രവ്യാപാരം, ഓൺലൈൻ ബാങ്ക് ഇടപാടുകൾക്ക് സർക്കാർ രേഖകൾ, വളർത്തുനായയുമായി വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള പതിവ് നടത്തം, ഇങ്ങനെ നീളുന്നു നീരവ് മോദിയുടെ ആഡംബര ജീവിതം. ബ്രിട്ടീഷ് മാധ്യമമായ ടെലഗ്രാഫിന്റെ റിപ്പോർട്ടർ നീരവ് മോദിയെ തെരുവിൽ പിന്തുടർന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും പ്രതികരിക്കാൻ ഇല്ലെന്നായിരുന്നു മറുപടി. You owe a lot of people a lot of money, Mr. Modi. Sorry, no comment. No comment. We would very much like to know where you are. Sorry, no comment. ദൃശ്യങ്ങളിലുള്ള നീരവ് മോദി ധരിച്ചിരിക്കുന്ന ഒട്ടകപ്പക്ഷിയുടെ തൊലി കൊണ്ടുള്ള കോട്ടിന്റെ വില 9 ലക്ഷം രൂപയോളമാണ്. ഇന്ത്യയിലെത്തിക്കാതെ നീരവ് മോദിയെ സഹായിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. BJP സർക്കാരിനെ സ്യൂട്ട് ബൂട്ട് സർക്കാർ എന്ന് വിമർശിച്ചിരുന്ന രാഹുൽ ഗാന്ധി വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കുമെന്ന് ഉറപ്പായി. കാവൽക്കാരൻ എന്നവകാശപ്പെടുന്ന നരേന്ദ്രമോദി തന്റെ ചങ്ങാതികളെ സഹായിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കുറ്റപ്പെടുത്തി. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച നീരവ് മോദിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ നൽകിയ അപേക്ഷ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലാണ്. ആവർത്തിച്ച് സന്ദേശങ്ങൾ അയച്ചിട്ടും ബ്രിട്ടനിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചരിത്രത്തിൽ ആദ്യമായി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പ്രൊഫഷണൽ നൃത്ത സംഘത്തിനൊപ്പം സ്റ്റേജിൽ നൃത്തം അവതരിപ്പിച്ചു. അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് മാനസികമായി വെല്ലുവിളി നേരിടുന്ന 10ഓളം കുട്ടികൾ നൃത്തം അവതരിപ്പിച്ചത്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന ഫ്യൂഷൻ നൃത്തമേള കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. മാനസികമായി വെല്ലുവിളികൾ നേരിടുന്ന പ്രദീപും മിന്നുവും സാനിയുമെല്ലാം വേദിയിൽ ചുവടുവെച്ചത് കണ്ടാൽ പ്രൊഫഷണലായി നൃത്തം പഠിച്ചിട്ടില്ലെന്ന് ആരും പറയില്ല. അത്രമേൽ സ്വാഭാവികമായിട്ടാണ് ഇവർ ഹവാനോ മ്യൂസിക് വീഡിയോയുടെ ഇന്ത്യൻ പതിപ്പിന് ചുവടുവെച്ചത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന തിരുവനന്തപുരത്തെ CIMRലെ വിദ്യാർത്ഥികളായ 10ഓളം കുട്ടികളാണ് പ്രൊഫഷണൽ നൃത്ത സംഘത്തിനൊപ്പം ചുവടുവെച്ച് വേദി കീഴടക്കിയത്. ഭാരതീയ നൃത്തരൂപമായ ഭരതനാട്യവും ജാപ്പനീസ് ആയോധനമുറയായ കരാട്ടയും കൊളംബിയൻ വ്യായാമമുറയായ സുംബ നൃത്തവും തമ്മിൽ യോജിപ്പിച്ച ഫ്യൂഷൻ നൃത്തരൂപത്തിനൊപ്പമാണ് കുട്ടികൾ ചുവടുവെച്ചത്. അമേരിക്കൻ സംഗീതജ്ഞ ക്യാമില കബീലോയുടെ പ്രശസ്തമായ വരികൾക്ക് കർണാടക സംഗീതത്തിന്റെ ഫ്ലേവർ നൽകി എന്നതുൾപ്പെടെ നിരവധി പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു നൃത്തവിന്യാസം. പ്രശസ്ത നർത്തകി ദീപ്തി വിധു പ്രതാപും കരാട്ടെ മാസ്റ്റർ വിനോദും സുംബ ഡാൻസ് കോറിയോഗ്രാഫർ ചാൾസിന്റെയും 1 മാസം നീണ്ടുനിന്ന ശ്രമകരമായ അധ്വാനമാണ് കുട്ടികളെ വേദിയിലെത്തിച്ചത്. അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്വസ്തി ഫൗണ്ടേഷനാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പ്രൊഫഷണൽ നൃത്ത സംഘത്തിനൊപ്പം വേദിയിലെത്തിയത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം.